ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയറാണ്, അതായത് നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ്. നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്ത് ആയാലും, നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയാലും, നമ്മുടെ മാനസികാരോഗ്യം ആയാലും, ഇതൊക്കെ നമ്മുടെ ഡൈജഷനെ, നമ്മുടെ ദഹന വ്യവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വയറ് ശരിയല്ലെങ്കിൽ നമ്മുടെ മൂഡ് തന്നെ പോകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ മാനസികമായിട്ട് പോലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വയറിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് നമ്മളിപ്പോൾ പലപ്പോഴും ഈ പുതിയ ഒരു ജീവിത രീതിയിൽ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോവാറുണ്ട്. വേണ്ടത്ര കൺസിഡറേഷൻ അതിന് കിട്ടാറില്ല. ആ ഗട്ട് ഹെൽത്ത് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, എങ്ങനെ നമ്മുടെ നല്ല ബാക്ടീരിയകളെ, അതായത് ഗട്ട് ഫ്ലോറേനെ എങ്ങനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാജിക്കൽ ഡ്രിങ്ക് എന്ന് തന്നെ പറയാം, അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. മില്ലറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു പ്രോബയോട്ടിക് എന്നുള്ള ടേംസ് ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നല്ല ബാക്ടീരിയകളെയാണ്, നമ്മുടെ ഡൈജഷന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയകളെയാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ഫെർമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഈ മില്ലറ്റ് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഡ്രിങ്കിൻ്റെ ബെനഫിറ്റ്സ് നമുക്ക് നോക്കാം. പല അസുഖങ്ങളെയും റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉപയോഗിക്കാം. അതായത് ഗട്ട് ഹെൽത്ത് വളരെ നല്ലതാവുമ്പോൾ തന്നെ നമ്മുടെ പല അസുഖങ്ങളും മാറുന്നതാണ്. ഒന്നാമത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ അബ്സോർബ് ആവണമെങ്കിൽ ഗട്ട് ഹെൽത്ത് ആദ്യം നേരെയാവേണ്ടതുണ്ട്. നമ്മൾ ആയുർവേദത്തിൽ എന്ത് മരുന്ന് കൊടുക്കുമ്പോഴും അതിൻ്റെ കൂടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വയറ് ശരിയാവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കൂടെ ചേർത്തിട്ടാണ് കൊടുക്കാറുള്ളത്. അതിപ്പോൾ എന്ത് അസുഖമായാൽ തന്നെ, മാനസിക രോഗമായാൽ പോലും അതിൻ്റെ കൂടെ വയറ് ശരിയാക്കാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ്, അതായത് ആ മരുന്നിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ എടുക്കുന്ന മൂലം നമുക്ക് പല രോഗങ്ങളെയും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്ക്, PCOD ഉള്ളവർക്ക്, അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ മറ്റ് ബ്ലഡ് ഇമ്പ്യൂരിറ്റീസ്, അനീമിയ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർ, കൊളസ്ട്രോൾ, BP ഇതൊക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു പ്രോബയോട്ടിക് ആയിട്ടുള്ള ഡ്രിങ്ക്. അതുപോലെ തന്നെ ക്ഷീണം അകറ്റാനും മറ്റ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാക്കാനും, ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ ഇതുപോലുള്ള IBS പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും, ഉറക്കക്കുറവ് പരിഹരിക്കാനും ഒക്കെ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം തന്നെ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് നമ്മൾ പ്രോബയോട്ടിക്കിന് വേണ്ടി ഈ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ ഡ്രിങ്ക് എടുക്കണം എന്ന് പലർക്കും സംശയം തോന്നാം. നമ്മൾ ദോശ, ഇഡലി ഇതൊക്കെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പ്രോബയോട്ടിക് ഉള്ള ഫുഡാണ്, പക്ഷെ അത് കഴിച്ചാൽ പോരെ എന്നുള്ള ഒരു സംശയം തോന്നാം. പക്ഷേ ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ചൂടാക്കാതെയാണ് ഉപയോഗിക്കുന്നത്, അതായത് ചൂടാക്കി പിന്നെയാണ് ഫെർമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള നല്ല ബാക്ടീരിയകൾ, അതായത് പ്രോബയോട്ടിക് ലൈവ് ബാക്ടീരിയകൾ നമ്മുടെ ഗട്ടിലേക്ക് എത്തുന്നതാണ്. പക്ഷെ നമ്മൾ ദോശ, ഇഡലിയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് നമ്മൾ ചൂടാക്കുന്നത് കാരണം തന്നെ അതിൻ്റെ ലൈവായിട്ടുള്ള ബാക്ടീരിയകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് നല്ലത് തന്നെയാണ്, ഹെൽത്തിന്, നമ്മുടെ ഗട്ടിനും നല്ലത് തന്നെയാണ്. പക്ഷെ ഇത്രയും ഗുണം നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോബയോട്ടിക് മാത്രമല്ല, പ്രീബയോട്ടിക് കൂടെ ഇതിലടങ്ങിയിട്ടുണ്ട്. പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഈ പ്രോബയോട്ടിക്, അതായത് ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണമാണ് പ്രീബയോട്ടിക്. പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഫൈബറാണ്. ഈ ഫൈബറാണ് നമ്മുടെ ബാക്ടീരിയയുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീബയോട്ടിക് കൂടെ ഈ മില്ലറ്റ് ഫെർമെൻറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ധാരാളമായിട്ട് ഫൈബർ കൂടെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ പ്രീബയോട്ടിക്കും അതുപോലെ തന്നെ പ്രോബയോട്ടിക്കും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്ബയോട്ടിക് ഉണ്ട്. അതായത് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിച്ചുണ്ടാവുന്ന പ്രൊഡക്റ്റ്, അതിൻ്റെ ഘടകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ഘടകങ്ങൾ നമ്മുടെ പല ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ് നല്ല സ്മൂത്താക്കാനും, അതിനുള്ള ഇറിറ്റേഷൻസ് ഒക്കെ കുറക്കാനും, നല്ല ഹെൽത്തി ആക്കാനും, അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പോസ്റ്റ്ബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്ബയോട്ടിക് നമുക്ക് ഈ ഒരു പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫുഡിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന പോസ്റ്റ്ബയോട്ടിക്കും നമ്മളെ വളരെയധികം നമ്മുടെ ഹെൽത്തിന്, ഗട്ട് ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഇതിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 5 മില്ലറ്റ്സ് ഉപയോഗിക്കാം.
ഇതിലേതെങ്കിലും ഒരു മില്ലറ്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമത്തെ മില്ലറ്റ് എന്ന് പറയുന്നത് ഫോക്സ്ടെയിൽ മില്ലറ്റാണ്. നമ്മുടെ തിന, മലയാളത്തിൽ തിന എന്ന് പറയുന്ന ഫോക്സ്ടെയിൽ മില്ലറ്റാണ്. രണ്ടാമത്തേത് ലിറ്റിൽ മില്ലറ്റാണ്, അതായത് നമ്മുടെ ചാമ. മൂന്നാമത്തേതെന്ന് പറയുന്നത് കോഡോ മില്ലറ്റാണ്. കോഡോ മില്ലറ്റ് വരക് എന്നാണ് മലയാളത്തിൽ പറയുക. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ബർണയാഡ് മില്ലറ്റാണ്. കുതിരവാലി അല്ലെങ്കിൽ കവടപ്പുല്ല് എന്നൊക്കെയാണ് ഇതിനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബ്രൗൺ ടോപ്പ് മില്ലറ്റാണ്. പനിവരക് എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുക. ഇത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. ഈ ബ്രൗൺ ടോപ്പ് മില്ലറ്റ് വളരെ കുറവാണ് കാണാറുള്ളത്. ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് ഈ കൂട്ടത്തിൽ അടങ്ങിയിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ ടോപ്പ് മില്ലറ്റിനാണ്. ഈ 5 മില്ലറ്റിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതിന് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഫൈബർ കണ്ടന്റ് ഏറ്റവും കൂടിയിട്ടുള്ള മില്ലറ്റ്സുകളാണ് ഈ 5 എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ഇതിൽ നിന്ന് ഒരു 5 ഗ്രാം എടുക്കാം. നമ്മളിപ്പോൾ ഒരു 2 പേർക്കുള്ള ഒരു അളവാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 5 ഗ്രാം നമുക്ക് എടുക്കാം. 5 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ ആ ഒരു അളവിൽ നമുക്ക് മില്ലറ്റ്സ് എടുക്കാം. അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒരു ഓവർനൈറ്റ് വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ നമ്മൾ വെച്ചാൽ മതിയാവും. കുതിർക്കാൻ വേണ്ടി വെക്കുക. കുതിർക്കാൻ ഉപയോഗിക്കേണ്ടത് ഒരു 1/2 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. 1/2 ലിറ്റർ വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾ ആ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്ത് ചൂടാക്കാം. നമ്മളെപ്പോഴും ഈ ഒരു മില്ലറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സ്റ്റീൽ പാത്രമാണെങ്കിലും സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നമ്മളൊരു മൺകുടത്തിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൺകുടം ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ എന്തായാലും മൺകുടം ആവശ്യമാണ്. നമുക്ക് മറ്റ് പാത്രങ്ങളിൽ ഉണ്ടാക്കിയാലും ഇത് സൂക്ഷിച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ടത് എപ്പോഴും മൺകുടത്തിൽ തന്നെ ആയിരിക്കണം. ഉണ്ടാക്കാൻ വേണമെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും മൺകുടത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അത് നന്നായി വെന്ത് വരുന്നത് വരെ അത് നമ്മൾ കുക്ക് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണിൻ്റെ തന്നെ അടപ്പ് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി കൊണ്ട്, ഒരു കോട്ടൺ തുണി കൊണ്ട് കെട്ടിവെച്ചാൽ മതിയാവും. മറ്റ് നമ്മൾ സ്റ്റീലിൻ്റെ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പൊന്നും ഉപയോഗിക്കരുത്. നമുക്ക് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയറോബിക് ബാക്ടീരിയന് ആവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ ഓക്സിജൻ കടന്നു ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു മൺപോട്ടിലേക്ക് വെക്കുന്നത്. അതിലേക്ക് നല്ല രീതിയിലുള്ള ഓക്സിജൻ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ടൈറ്റായിട്ട് കെട്ടരുത്. ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കുക. അത് നമ്മളൊരു 8 മണിക്കൂർ ഇതുപോലെ വെക്കാം. നല്ല ചൂടൊക്കെ ആണെങ്കിൽ, നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ കൊണ്ട് തന്നെ അത് ഫെർമെൻ്റ് ആയി കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഒരു ക്ലൈമറ്റിന് നമുക്കൊരു 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ വെക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോഴാണ് അത് ഫെർമെൻ്റ് ആയി കിട്ടുക. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് രാവിലെ വെറും വയറ്റിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 2 പേർക്കുള്ള അളവാണ് പറഞ്ഞത്. ഇത് നമുക്ക് പിന്നെ ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ എടുത്തിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ്. നല്ലൊരു വെള്ളം കൺസിസ്റ്റൻസി ആയിരിക്കും. കട്ടിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുടിക്കേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. ഒരു നുള്ള് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂട്ടണം, ഇതിങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി മുറിച്ചിടാം. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില ഇടാം. ജീരകത്തിൻ്റെ പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി ഇടാം. കുരുമുളക് പൊടി വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് ഇടാം. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. അതല്ല എങ്കിൽ ഇതിൽ വേണമെങ്കിൽ മോര് ചേർക്കാം. മോര് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെണ്ണം മാറ്റിയിട്ടുള്ള മോര് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്തിട്ടും ഇത് നമുക്ക് കുടിക്കാവുന്നതാണ്. രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കാം. അപ്പോൾ ഇതൊക്കെ ഈ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് രാവിലെ സാധാരണ ഫുഡിൻ്റെ പോലെ ഇത് കുടിക്കാവുന്നതാണ്. ഒരു 3 മാസമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി ഏതൊക്കെ അസുഖങ്ങൾക്ക് ഏതൊക്കെ മില്ലറ്റ്സ് നമുക്ക് കൂടുതൽ നല്ലത് നോക്കാം. ഏത് ഉപയോഗിക്കാം, പക്ഷേ കുറച്ചുകൂടെ നല്ലത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നെർവ്സിനെ ബാധിച്ചിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്. നെർവ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ B12 ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് നെർവ്സിന് പ്രശ്നം വരാം. തരിപ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, കാലിലും കൈകളിലും ഒക്കെ തരിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. ഈ B12 ഡെഫിഷ്യൻസി മാറ്റാനും ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് മൂലം നല്ല രീതിയിലുള്ള അബ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ B12 ഡെഫിഷ്യൻസി മാറുന്നതാണ്. അതുപോലെ തന്നെ ബോൺ ഹെൽത്തിനും ഇത് നല്ല ഒരു ഡ്രിങ്കാണ്. കാൽസ്യം ഒക്കെ നല്ല രീതിയിലുള്ളത് കൊണ്ട് നമ്മുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നെർവ്സിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്
ഉള്ളവരാണ്, അതുപോലെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉള്ളവരാണ്, പിന്നെ ആർത്രൈറ്റിസ് ജോയിൻറ്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോക്സ്ടെയിൽ മില്ലറ്റ് തിന ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അടുത്തത് നിങ്ങൾക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖമാണ്, PCOD പോലുള്ള പ്രശ്നങ്ങളുണ്ട്, ഹോർമോൺ ഇംബാലൻസ് ആണ്, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി പോലുള്ള മെയിൽസിലായാലും ഫീമെയിൽസിലായാലും ഇൻഫെർട്ടിലിറ്റി പോലുള്ള പ്രശ്നമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ബ്ലഡ് ഒന്ന് പ്യൂരിഫൈ ചെയ്യണം, നമ്മുടെ എന്താ ആ ഒരു ടോക്സിൻസ് ഒക്കെ ഒന്ന് കളയണം, അതുപോലെ അനീമിക് ഒക്കെ ഉള്ളവരാണ്, അതുപോലെ പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളത് എന്ന് പറയുന്നത് കോഡോ മില്ലറ്റ് ആണ്, വരകാണ് കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഡയബറ്റീസ് ഉള്ളവർക്കും ഈ ഒരു കോഡോ മില്ലറ്റ് നല്ലതാണ്, കോഡോ മില്ലറ്റ് ആണ് കുറച്ചുകൂടെ നല്ലത്. ബാഡ് കൊളസ്ട്രോൾ നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിവറിന് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻസിന് പ്രശ്നമുണ്ട്, ഇങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുതിരവാലി അല്ലെങ്കിൽ ബർണിയാഡ് മില്ലറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉള്ളവർക്ക് അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഒബസിറ്റി ഉള്ളവർക്ക്, അമിതവണ്ണമുള്ളവർക്ക്, തടി കുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ബ്രൗൺ ടോപ്പ് മില്ലറ്റാണ്. ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഈ ഒരു മില്ലറ്റാണ് കൂടുതൽ നല്ലത്. ഇത്രയൊക്കെയാണ് ഈ ഒരു മില്ലറ്റ് പ്രോബയോട്ടിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങളുടെ മൊത്തം ലൈഫിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്